യാത്രകളെന്നും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ഓരോരോ യാത്രകളും പുതിയ പുതിയ അനുഭവങ്ങളാണ് നമുക്ക് നൽകുന്നത്. രത്നഗിരിയിൽ നിന്നും ദ്വാരകയിലേക്ക് മനോഹരമായ ഒരു സൈക്കിൾ യാത്ര. 2024 കൊച്ചിയിൽ നിന്നും രത്നഗിരി വരെയുള്ള സൈക്കിൾ യാത്ര വിജയകരമായി പൂർത്തിയായതിനു ശേഷം ഞങ്ങളുടെ ഈ വർഷത്തെ കാത്തിരിപ്പായിരുന്നു രത്നഗിരിയിൽ നിന്നും ഗുജറാത്തിലേക്ക് ദ്വാരക വരെ നീളുന്ന ഈ സൈക്കിൾ യാത്ര. മഹാരാഷ്ട്രയുടെ കൊങ്കൺ തീരഭംഗി മുതൽ ഗുജറാത്തിന്റെ സമ്പന്നമായ സംസ്കാര സൗരഭ്യം വരെ അറബിക്കടലിന്റെ അരികിലൂടെ നീളുന്ന 1225 കിലോമീറ്റർ യാത്ര. തീരദേശ ഇന്ത്യയുടെ ഹൃദയമിടിപ്പുകൾ അടുത്തെറിഞ്ഞ യാത്രയായിരുന്നു ഇത്. കടൽ തീരങ്ങൾ, പുരാതന നഗരങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, മത്സ്യബന്ധന ഗ്രാമങ്ങൾ, വ്യവസായ പട്ടണങ്ങൾ, ഓരോ ദിവസവും മാറി മാറി വരുന്ന പുതിയ പുതിയ അനുഭവങ്ങൾ. കഴിഞ്ഞ കൊച്ചി മഹാരാഷ്ട്ര റൈഡിൽ നമ്മളൊപ്പം ഉണ്ടായിരുന്ന, നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട JP സാറിനെ ഈ അവസരത്തിൽ ഓർത്തുപോകുന്നു. നമ്മളുടെ ആദ്യ യാത്ര രത്നഗിരിയിൽ നിന്ന് സംഗമേശ്വർ വഴി ചിപ്ലൂണിലേക്കാണ്. ഈ യാത്ര ഏകദേശം 80 കിലോമീറ്റർ ദൂരം ഉൾക്കൊള്ളുന്ന പച്ചപ്പും മലനിരകളും നദികളും ഗ്രാമങ്ങളും എല്ലാം നിറഞ്ഞ ഒരു അതിസുന്ദരമായ റൂട്ടാണ്. സൈക്കിൾ യാത്രകൾ നമ്മെ പ്രകൃതിയുമായി കൂടുതൽ ബന്ധിപ്പിക്കുന്നു. നിങ്ങളും ഒരു ദിവസം കൊങ്കൺ വഴിയിലൂടെ സൈക്കിൾ യാത്ര ചെയ്യാൻ ശ്രമിക്കൂ. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരിക്കും അത്. ഞങ്ങളുടെ ആദ്യ ദിനത്തിലെ യാത്ര ഏകദേശം 5 മണിയോടുകൂടി ഞങ്ങൾ ചിപ്ലൂണിൽ അവസാനിപ്പിക്കുകയും അവിടെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യുകയും ചെയ്തു. രണ്ടാം ദിവസം ഞങ്ങൾ പുലർച്ചെ 6 മണിക്ക് തന്നെ യാത്ര തുടങ്ങി. ചിപ്ലൂൺ മുതൽ പട്ടൻസായി വരെയുള്ള മനോഹരമായ മലനിരകളിലൂടെ നടത്തിയ ഒരു സൈക്കിൾ യാത്രയാണ്. പുലർച്ചയിലെ കൊങ്കൺ മലനിരകളുടെ മനോഹാരിതയും പച്ചപ്പും ചെറുനദികളും ഗ്രാമപാതകളും കയറ്റങ്ങളും ഇറക്കങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. ഭാഷയൊന്നും വലിയ വശമില്ലേലും വഴിയിൽ കണ്ട സൗഹൃദങ്ങളും ചായക്കടകളിലെ സൗഹൃദ സംഭാഷണങ്ങളും എല്ലാം മറക്കാനാവാത്തതാണ്. ഈ യാത്ര ഞങ്ങൾക്ക് ശരീരശക്തിയെയും മനസ്സിന്റെ ശാന്തതയെയും പരീക്ഷിച്ചൊരു അനുഭവമായിരുന്നു. ഓരോ കയറ്റവും ഒരു പുതിയ പാഠം പോലെ തന്നെ തോന്നി. പാതയിലുണ്ടായ കാറ്റിന്റെ ശബ്ദവും പ്രകൃതിയുടെ ശാന്തതയും ആ യാത്രയെ അമൂല്യമാക്കി മാറ്റി. ഏകദേശം 140 കിലോമീറ്ററോളമുള്ള യാത്ര വൈകിട്ട് ഞങ്ങൾ അവസാനിപ്പിച്ച് പട്ടൻസായിൽ സ്റ്റേ ചെയ്തു. ഇന്ന് ഞങ്ങളുടെ കൊങ്കൺ സൈക്കിൾ യാത്രയുടെ 3-ാം ദിവസമാണ്. അതായത് പട്ടൻസായി മുതൽ താനെ വരെ നടത്തിയ ദൈർഘ്യമേറിയ ആവേശകരമായ ഒരു യാത്ര. പച്ചപ്പും മലനിരകളും പിന്നിട്ട് കൊങ്കൺ തീരപ്രദേശത്തെ ശാന്തമായ ഗ്രാമങ്ങളിൽ നിന്ന് നഗരത്തിന്റെ തിരക്കിലേക്കുള്ള ഈ പാത ഞങ്ങളുടെ സൈക്കിൾ യാത്രയിലെ മനോഹരമായ ദിവസങ്ങളിലൊന്നായിരുന്നു. ഞങ്ങൾ ഗ്രാമങ്ങൾ വിട്ട് നഗരങ്ങളിലേക്ക് വന്നപ്പോൾ നവി മുംബൈയിലെയും താനെയിലെയും ഒക്കെ ഉള്ള തിരക്ക് ഞങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു. തിരക്കേറിയ ഈ നഗരങ്ങളിലൂടെയുള്ള യാത്ര വളരെ ത്രില്ലിംഗ് ആയിരുന്നു. പുതിയ ഓരോരോ അനുഭവങ്ങൾ സമ്മാനിച്ച് ഈ ദിവസവും അങ്ങനെ കടന്നുപോയി. താനെ പട്ടണത്തിന് ശേഷമുള്ള ഒരു ഗ്രാമത്തിലാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്തത്. ഒരു കാടിന് നടുക്കുള്ള ഗ്രാമം. അടിപൊളി സ്റ്റേ ആയിരുന്നു. ഏകദേശം 120-130 കിലോമീറ്റർ ഇന്ന് ഞങ്ങൾ റൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ താനയിൽ നിന്നും പുലർച്ചെ 6 മണിയോടുകൂടെ തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം ദമനാണ്. ഏകദേശം 140-150 കിലോമീറ്ററോളം വരും. ഇന്ന് ഞങ്ങൾ മഹാരാഷ്ട്ര ബോർഡറൊക്കെ കടന്ന് ഗുജറാത്തിലേക്ക് കയറിയിരിക്കുന്നു. ഗുജറാത്ത് സ്റ്റേറ്റിൽ കയറുമ്പോൾ തന്നെ ഒരുപാട് ചെക്ക് പോയിന്റുകളൊക്കെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഗുജറാത്ത് ഒരു ഡ്രൈ സ്റ്റേറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നഗരത്തിന്റെ തിരക്കിൽ നിന്ന് കടലിന്റെ ശാന്തതയിലേക്കുള്ള ഈ പാത ഞങ്ങൾക്കൊരു പുതിയ അനുഭവമായിരുന്നു. ഗുജറാത്തിലുള്ള ഹൈവേകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഗുജറാത്തിലെ വാപി എന്ന സ്ഥലത്ത് നിന്ന് തിരിഞ്ഞ് ദമനിലേക്ക് പോവുകയാണ്. ദമൻ ഇന്ത്യയിലെ പശ്ചിമ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയതും മനോഹരവുമായ ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം പ്രകൃതി സൗന്ദര്യത്തിന്റെയും ചരിത്രത്തിന്റെയും സങ്കലനമാണ്. ദമന്റെ ഏറ്റവും വലിയ ആകർഷണം അതിന്റെ ശാന്തമായ കടൽ തീരങ്ങളാണ്. ദമൻ ഒരിക്കൽ പോർച്ചുഗീസ് ഭരണത്തിന്റെ കീഴിലായിരുന്നു. അതിന്റെ ബാക്കി പത്രങ്ങൾ ഇന്ന് നമ്മൾക്ക് കാണാം. പഴയ യൂറോപ്യൻ സ്റ്റൈൽ കെട്ടിടങ്ങൾ, ദേവാലയങ്ങൾ, പള്ളികൾ, കോട്ടകൾ എല്ലാം ഇന്ന് നമുക്ക് അവിടെ ദർശിക്കാൻ കഴിയും. ഇവിടെ നമുക്ക് നല്ല രുചിയുള്ള ഫിഷ് കറികളും സീ ഫുഡും എല്ലാം കിട്ടും കേട്ടോ. പിന്നെ ഇത് ഒരു ഡ്രൈ ലാൻഡും അല്ല. ദമൻ ചെറിയതും ശാന്തവുമായ ഒരു തീരപ്രദേശമാണ്. ഇത് നഗരജീവിതത്തിൽ നിന്നും ഒരു ബ്രേക്കൊക്കെ എടുത്ത് കടലിനരികിൽ വിശ്രമിക്കാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ്. ഞങ്ങളന്ന് ദമൻ്റെ സിറ്റിയായ നാനി ദമനിലാണ് സ്റ്റേ എടുത്തത്. വലിയ റേറ്റ് ഒന്നുമില്ല, നല്ല ബഡ്ജറ്ററി ഹോട്ടലുകളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഇവിടുത്തെ നൈറ്റ് ലൈഫാണ്. അടിപൊളിയാണ്. നല്ലതായിട്ട് അലങ്കരിച്ച് നല്ല ലൈറ്റുകളും ബിൽഡിങ്ങുകളൊക്കെ ഏകദേശം ഒരേപോലെ പെയിൻ്റൊക്കെ അടിച്ച് നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ദമൻ യാത്ര ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. ഒരിക്കലെങ്കിലും ഒന്ന് കാണേണ്ട സ്ഥലമാണ് ഈ ദമൻ. ഇന്ന് ഞങ്ങളുടെ സൈക്കിൾ യാത്രയുടെ 5-ാം ദിവസമാണ്. ദമൻ മുതൽ സൂററ്റ് വരെ. അറബിക്കടലിന്റെ തീരത്തെ ശാന്തത പിന്നിട്ട് ഗുജറാത്തിന്റെ സജീവമായ നഗരത്തിലേക്കാണ്
ഇന്ന് ഞങ്ങൾ സൈക്കിൾ ഓടിച്ച് കയറുന്നത്. ദമനിലെ പ്രഭാതം വളരെ മനോഹരമാണ്. റൈഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി റോഡുകളാണ് ബീച്ചിൻ്റെ സൈഡിലൂടെ ഉള്ളത്. നമ്മൾ ഗുജറാത്തിലെ റോഡുകളിലൂടെ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വഴിയിൽ ഒരുപാട് പശുക്കളെ കാണാൻ സാധിക്കും കേട്ടോ. ഞങ്ങളുടെ റൈഡ് തുടങ്ങിയത് മുതൽ ഇതുവരെ ഞങ്ങൾക്ക് വേറെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. വഴിയിൽ ധാരാളം നായ്ക്കളെ കാണാൻ പറ്റി. പക്ഷെ ഒരു നായ പോലും ഉപദ്രവകാരികളല്ല. എല്ലാം നമ്മളെ കണ്ട് എന്തോ ഒരു പുതിയ ഐറ്റം വരുന്നുണ്ടെന്ന രീതിയിൽ എല്ലാം വഴിയിൽ നിന്ന് മാറി തരുവാണ് ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾ ദിയുവിലെ തണുത്ത കാറ്റിൽ യാത്ര തുടങ്ങി. ഏകദേശം 130 കിലോമീറ്റർ പിന്നിട്ട് ചൂടേറിയ സൂറത്ത് നഗരത്തിലാണ് യാത്ര അവസാനിപ്പിച്ചത്. 6ാം ദിവസമായ ഇന്നത്തെ ഞങ്ങളുടെ സൈക്കിൾ യാത്ര സൂററ്റിൽ നിന്നും ഹസീറയിലേക്കും ഹസീറയിൽ നിന്ന് ഫെറി വഴി ഗോഹയിലേക്കുമാണ്. ഹസീറ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ പ്രമുഖമായ വ്യവസായ കേന്ദ്രവുമാണ്. സൂററ്റിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്ററാണ് ഈ ഹസീറയിലേക്കുള്ളത്. ഗുജറാത്തിലെ ദീൻ ദയാൽ പോർട്ട് അതോറിറ്റിക്ക് കീഴിലാണ് ഈ ഹസീറ പോർട്ട് വരുന്നത്. ഈ ഹസീറ പോർട്ടിൽ നിന്നും ഗോഹയിലേക്ക് ദിവസവും 2 സർവീസുകളാണുള്ളത്. രാവിലെ 9 മണിക്കും വൈകിട്ട് 4 മണിക്കും ഓരോ സർവീസുകൾ. രാവിലെ 9 മണിക്ക് വോയേജ് എക്സ്പ്രസും വൈകിട്ട് 4 മണിക്ക് വോയേജ് സിംഫണിയും. ഞങ്ങൾ ഏകദേശം ഒരു 11-11:30 കൂടി ഹസീറ പോർട്ടിലെത്തി. അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. വൈകിട്ട് 4 മണിക്കാണ് ഞങ്ങളുടെ ഫെറി. ഏകദേശം 2:30 ആയപ്പോഴത്തേനും ഞങ്ങളുടെ ചെക്ക് ഇൻ പ്രൊസീജിയറൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെ കൂടാണ്ട് ഒരുപാട് പേരെ യാത്രക്കാരുണ്ടായിരുന്നു. ലോറികളും കാറുകളൊക്കെ ഈ ഫെറിയിൽ കയറ്റി അപ്പുറത്തേക്ക് അയക്കുന്നുണ്ട്. ഏകദേശം 90 കിലോമീറ്ററാണ് നമുക്ക് ഈ ഫെറിയിൽ യാത്ര ചെയ്യേണ്ടത്. ഫെറി ഇല്ലാതെ ബൈ റോഡ് പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം 350 കിലോമീറ്റർ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ ഫെറിയിൽ പോകാൻ നമ്മൾ എടുത്ത ടിക്കറ്റിന്റെ ചാർജ് 400 രൂപയാണ് ഒരാൾക്ക്. സൈക്കിളിന് പ്രത്യേക ചാർജ് ഒന്നും ഈടാക്കുന്നില്ല. എന്നാൽ ബൈക്ക്, കാറ്, ലോറി എന്നിവയ്ക്ക് അതിൻ്റെതായ ചാർജ് ഉണ്ട്. ഇതിന്റെ ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓൺലൈൻ വഴിയാണ് കേട്ടോ. DGC കണക്ട് എന്ന സൈറ്റിൽ കൂടിയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ഈ ഫെറി പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ ഈ ഷിപ്പിൽ ബോർഡ് ചെയ്യേണ്ടതാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഷിപ്പാണ് കേട്ടോ ഇത്. റോറോ ബാർജാണ്. ഞങ്ങൾ ഏകദേശം ഒരു 4:30 കൂടിയാണ് പുറപ്പെട്ടത്. ഗോഹയിലെത്തിയത് ഒരു 11-11:30 രാത്രിയായപ്പോഴാണ് എത്തിയത്. ഞങ്ങൾ ബുക്ക് ചെയ്ത ദിവസം വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. ഒരുപാട് സീറ്റുകൾ വേക്കൻ്റ് ആയിരുന്നു. ഓൺലൈൻ ടിക്കറ്റിന് പുറമെ അവിടെ ഓഫ്ലൈൻ ടിക്കറ്റും അവിടെ വന്ന ആൾക്കാർ എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇതിനുള്ള ഫെസിലിറ്റിയും നമ്മുടെ ആ പോർട്ടിലുണ്ട്. നമ്മുടെ ഈ ഫെറി ട്രാവൽ ചെയ്യുന്നത് ഏകദേശം തീരത്തിൻ്റെ അടുത്തുകൂടിയാണ്. നമുക്ക് മൊബൈലിൽ നല്ല റേഞ്ചൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ ഫെറിയിൽ ട്രാവൽ ചെയ്യുമ്പം ഒരു എക്സ്റ്റേണൽ ഫുഡൊന്നും അലോ ചെയ്യില്ല. ഇതിനുള്ളിൽ കുറച്ച് റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കണം. പക്ഷെ റേറ്റ് ഇച്ചിരി കൂടുതലാണ്. ഈ റോറോ ഫെറി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, പുറപ്പെട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഡെക്കിലും ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കാൻ പറ്റും. സൂര്യാസ്തമനം കാണാൻ പറ്റും. നല്ല ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാനും പറ്റും. ആദ്യമായിട്ട് വരുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അത്. നമ്മുടെ ഈ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കയ്യിലൊരു ബാൻഡ് അവർ കെട്ടിത്തരും. ഇത് ഓരോ ക്ലാസ് അനുസരിച്ച് ഓരോ ബാൻഡ് കെട്ടിത്തരും. നമ്മൾ മുഴുനീള യാത്രയിലും ആ ബാൻഡ് നമ്മുടെ കയ്യിൽ കാണണം എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ രാത്രിയിൽ ഗോഹയിൽ ഇറങ്ങി അവിടുന്ന് റൈഡ് ചെയ്ത് ഭാവ്നഗർ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ ഞങ്ങൾക്ക് സ്റ്റേ കിട്ടി. ഒരു 6 കിലോമീറ്ററിന് ശേഷം ഗോഹയിൽ നിന്നും. 7ാം ദിവസത്തെ റൈഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടോ ഗോഹയിൽ നിന്ന്. അത് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. രാവിലെയുള്ള യാത്രകൾ കൂടുതലും ഗ്രാമങ്ങളിൽ കൂടിയാണ്. ചുറ്റും കപ്പലണ്ടിപ്പാടങ്ങളും പരുത്തിപ്പാടങ്ങളും ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത്. പോകുന്ന വഴിയിൽ ഒരുപാട് മൃഗങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് മൃഗങ്ങൾ, വന്യമൃഗങ്ങളും വളർത്തുന്ന മൃഗങ്ങളും ഒക്കെ ഉണ്ട്. ആടുകള്, ഒട്ടകങ്ങള്, മാനുകള്. നമ്മളീ പോകുന്ന വഴിക്ക് കുറേ ആശ്രമങ്ങളുണ്ട്. അപ്പം വഴിയിൽ നിന്ന് ആളുകൾ വിളിക്കും, നമ്മൾക്ക് ഭക്ഷണം തരും, നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം തരും. വേണമെങ്കിൽ അവർക്ക് അവിടെയൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഓഫറുകളൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. ഈ ഗ്രാമങ്ങളിലൊക്കെ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ഏകദേശം 100 കിലോമീറ്റർ റൈഡ് ചെയ്തോളൂ കേട്ടോ. 100 കിലോമീറ്റർ റൈഡ് ചെയ്ത് നമ്മൾ മഹുവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് നമ്മുടെ സ്റ്റേ കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ റൈഡ് മഹുവയിൽ നിന്നും ദിയു വഴി സോംനാഥിലേക്കാണ്. അപ്പം അതുപോലെ തന്നെ നേരം വെളുത്തൊരു 6-6:15 ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. വഴിയിൽ കുറേ സൈൻ ബോർഡുകളൊക്കെ ഉണ്ട്. വൈൽഡ് ആനിമൽസ് ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചു പോവുക. ആക്സിഡന്റ് പറ്റാൻ ചാൻസ് ഉണ്ട്, വൈൽഡ് ആനിമൽസിന്റെ ആക്സിഡന്റ് പറ്റാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ പറഞ്ഞ് കുറേ ബോർഡുകളുണ്ട്. നമ്മൾ പിന്നെ ഗുജറാത്തിൽ കയറി കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഫ്രണ്ടിൽ ഡീസൽ ബുള്ളറ്റിന്റെ ഫ്രണ്ടും ബാക്കിൽ ഓട്ടോയൊക്കെ പോലുള്ളൊരു വണ്ടി. കുറേ ആളുകളെ കയറ്റി, ഒരു 10-12 ആൾക്കാരെ കയറ്റി പോകുന്നത് കാണാം. ഞങ്ങൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ സോംനാഥിലെത്തിയത്. അതുകൊണ്ട് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മൾ അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടു. സോംനാഥ് മൊത്തം ഒന്ന് കറങ്ങി. 9ാം ദിവസം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിലൊക്കെ പോയതിനു ശേഷം ഞങ്ങളുടെ സോംനാഥിൽ നിന്നും പോർബന്തറിലേക്കുള്ള യാത്ര തുടങ്ങി കേട്ടോ. അപ്പം അതുപോലെ തന്നെ വഴിയിൽ ഒരുപാട് ആടുകളും
ആട്ടിടന്മാരെയൊക്കെ കാണാൻ സാധിച്ചു. പോകുന്ന വഴികളൊക്കെ മനോഹരമായിട്ടുള്ള വഴികളാണ്. ചുറ്റും ഗ്രാമങ്ങളും പച്ചപ്പും തെങ്ങും പാടവും പിന്നെ അതിനിടയ്ക്കൂടെ കാറ്റാടി പാടങ്ങളും റോഡിന്റെ ഇരുവശത്തായും കാണാൻ പറ്റുന്നുണ്ട്. പോർബന്തറിലേക്കുള്ള വഴി കുറെ പിന്നിട്ടപ്പോൾ നമുക്ക് കടലിന്റെ സൈഡിൽ കൂടെയുള്ള റോഡ് കിട്ടിയിട്ടോ. നല്ല രസമുണ്ട്, നല്ല കാറ്റും തണുപ്പും ഉള്ള വഴിയാണ്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് കാണാൻ സാധിക്കുന്ന വിൻഡ് മില്ലുകളുണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഒത്തിരി വലുപ്പമൊന്നും തോന്നില്ല. പക്ഷെ നമ്മുടെ ഇതിന്റെ ലീഫുകളാണ് ഈ കൊണ്ടുപോകുന്നത്. എൻ്റെ ഒരു ലീഫ് നല്ല റോഡിൽ കൂടെ കാണുമ്പോൾ ഭയങ്കര വലുപ്പം തോന്നും. ഒരു 50-60 മീറ്റർ നീളം തോന്നും. പോർബന്തറിൽ ഏകദേശം ഒരു വൈകിട്ട് 4-4:30 ഞങ്ങൾ എത്തിയിട്ടോ. എന്നിട്ട് ഞങ്ങൾക്ക് ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ കീർത്തി മന്ദിർ കാണാൻ പറ്റി, അവിടുത്തെ ബീച്ചിൽ പോകാൻ പറ്റി, എല്ലാം നല്ല എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 10ാം ദിവസം, അതായത് നമ്മുടെ പോർബന്തറിൽ നിന്നും ദ്വാരകയിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ റൈഡിന്റെ മെയിൻ ഡെസ്റ്റിനേഷൻ. ഇന്നത്തെ റൈഡും ഏകദേശം 100 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ വഴി നല്ല ഭംഗിയുള്ള വഴിയാണ് കേട്ടോ. നല്ല ഗ്രാമാന്തരീക്ഷം, നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡുകൾ, കട്ടറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വണ്ടികളാണെങ്കിലും തീരെ കുറവ്. ഒരുപാട് കാറ്റാടി പാടങ്ങൾ, നല്ല മനോഹരമായ ക്ഷേത്രങ്ങൾ എന്നിവയൊക്കെ നമുക്ക് ഈ വഴിയിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാ ദിവസവും റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 6-6:15 സ്റ്റാർട്ട് ചെയ്യും. കാരണം പെട്ടെന്ന് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. രാവിലത്തെ റൈഡാണ് ഏറ്റവും നന്നായിട്ട് പോവുക. ഏകദേശം ഒരു 40 കിലോമീറ്റർ ഒക്കെ ഫിനിഷ് ചെയ്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ലഞ്ചിന് മുമ്പ് 100 കിലോമീറ്റർ ആണ് നമ്മുടെ ടാർഗറ്റ്. ഓരോ 20 കിലോമീറ്റർ കഴിയുമ്പോഴും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഞങ്ങൾ ബ്രേക്ക് എടുക്കും, കടകളുടെ ചായ കുടിക്കും, അങ്ങനെ ചെറിയ സ്നാക്സ് എല്ലാം കഴിക്കും. അങ്ങനെയാണ് ഞങ്ങൾ റൈഡ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഉച്ച കഴിഞ്ഞാൽ പിന്നെ റൈഡ് സ്ലോ ആവും. നല്ല വെയിലായിരിക്കും, ഇവിടെ നല്ല ചൂടായിരിക്കും. പിന്നെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ തണലുണ്ടാവില്ല, ഒരു മരം പോലും സൈഡിലുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ട്. ഞങ്ങൾ 2 ലിറ്റർ വെള്ളമൊക്കെ എപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ടാവും, സ്റ്റോർ ചെയ്ത് വെക്കും. കടയിൽ നിന്ന് മേടിച്ച് കൂടുതലും ഞങ്ങൾ മിനറൽ വാട്ടറാണ് ഉപയോഗിക്കുന്നത്. പുറത്തുനിന്നുള്ള വെള്ളം കുറച്ചാണ് എടുക്കുക. അങ്ങനെ ഞങ്ങൾ ലഞ്ചിന് മുമ്പ് തന്നെ ദ്വാരക എത്തിയിട്ടോ. ഇത് ദ്വാരക ക്ഷേത്രത്തിന്റെ മെയിൻ എൻട്രൻസ് ആണ്. ഏകദേശം ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഞങ്ങൾ എത്തി. ഇതിന്റെ തൊട്ട് ഫ്രണ്ടിലൊരു ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ ക്ഷേത്രം ഇപ്പം തുറന്നിട്ടില്ല. എന്നാലും ഞങ്ങൾ പോയി ഒന്ന് കാണാൻ പോവാണ്. ജസ്റ്റ് ആ നേരെ ഫ്രണ്ടിൽ കാണുന്ന അങ്ങ് ദൂരെ കാണുന്നുണ്ടല്ലോ, മേളിൽ കൂടി പറക്കുന്നു, അതാണ് കേട്ടോ ദ്വാരകാധീശ ക്ഷേത്രം. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗോമതി നദിയുടെ തീരത്താണ് കേട്ടോ. നമ്മൾ ഈ പോകുമ്പോൾ ഇട സൈഡിൽ കാണുന്നതാണ് ഗോമതി നദി. ഈ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് ഒരുപാട് ഹോട്ടലുകൾ ഉണ്ട് കേട്ടോ. തീരെ റേറ്റ് കുറഞ്ഞ ഹോട്ടലുകളും റേറ്റ് കൂടിയ ഹോട്ടലുകളും എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. ഞങ്ങൾ സൈക്കിളിൽ തന്നെ ക്ഷേത്രത്തിന്റെ അടുത്തൂടേക്ക് ഒന്ന് പോയി. വലിയ തിരക്കൊന്നുമില്ല, ക്ഷേത്രം അടച്ചിട്ട് കാരണം ആൾക്കാരൊക്കെ തീരെ കുറവാണ്. നമ്മുടെ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റ് കിട്ടി. അവിടെ നല്ല ഗുജറാത്തി താലി കിട്ടി, അൺലിമിറ്റഡ് ഗുജറാത്തി താലി. ഇവരുടെ ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. വൈകിട്ട് ഞങ്ങൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ടോ. പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ വന്നപ്പോൾ കണ്ട ഡാൻസ് ആണ് കേട്ടോ ഇത്. ഞങ്ങളുടെ ദ്വാരകാ ദർശനം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബേഡ് ദ്വാരക ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ റൈഡ് ചെയ്യുന്നത് ബേഡ് ദ്വാരക പാലം എന്നറിയപ്പെടുന്ന സുദർശൻ സേതുവിന്റെ മുകളിൽ കൂടിയാണ്. ഈ പാലമാണ് ഗുജറാത്തിലെ ദ്വാരകയെ ബേഡ് ദ്വാരക ദ്വീപുമായി ബന്ധിപ്പിക്കുന്നത്. ഈ പാലത്തിന് ഏകദേശം 2.5 കിലോമീറ്റർ ദൈർഘ്യമുണ്ട് കേട്ടോ. ഞങ്ങൾ സുദർശൻ സേതുവിന്റെ മുകളിലൂടെ ബേഡ് ദ്വാരക ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. വളരെ പുണ്യമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ബേഡ് ദ്വാരക. രാജാവായി ദ്വാരകയിൽ ചെലവഴിച്ച വർഷങ്ങളിൽ ഭഗവാൻ കൃഷ്ണൻ ഇവിടെ താമസിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭഗവാൻ കൃഷ്ണന് തന്റെ സുഹൃത്തായ സുദാമയിൽ നിന്നാണ് ഈ സ്ഥലം ലഭിച്ചത്. അതിനാലാണ് ഈ സ്ഥലത്തിന് ബേഡ് ദ്വാരക എന്ന് പേര് വന്നത്. ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് നമുക്ക് ഇലക്ട്രോണിക് സാധനങ്ങളായ ഫോണോ ക്യാമറയോ ഒന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിനാൽ അതിൻ്റെ ഫോട്ടോയോ വീഡിയോയോ ഒന്നും നമുക്ക് എടുക്കാനും പറ്റിയില്ല. നമ്മുടെ റൈഡിൻ്റെ അവസാന ദിവസമാണ് കേട്ടോ ഇന്ന്. ഈ ഓരോ റൈഡിൻ്റെ ദിവസങ്ങളിലും പലർക്കും പല പ്രാവശ്യം പഞ്ചറുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിലും പഞ്ചർ ഒട്ടിക്കുന്ന കിറ്റും ടൂൾ കിറ്റും പമ്പ് സെറ്റും എല്ലാം കയ്യിൽ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മുടെ റൈഡ് അവസാനിച്ച് നമ്മൾ ഓഖയിൽ നിന്ന് നമ്മുടെ സൈക്കിൾ ട്രെയിനിൽ എറണാകുളത്തേക്ക് പാഴ്സൽ ചെയ്യുകയാണ് ഉണ്ടായത്. ഞങ്ങളും ട്രെയിനിന് തന്നെ തിരിച്ച് എറണാകുളത്തെത്തി. ഞങ്ങളുടെ 2024 കൊച്ചി ടു മഹാരാഷ്ട്ര റൈഡിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഈ റൈഡ്. ആർക്കെങ്കിലും ഈ സ്ഥലങ്ങളിലേക്കൊക്കെ റൈഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, മെസ്സേജ് അയയ്ക്കുക. പറ്റുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്തു തരാം. ജീവിതം ഒരു യാത്രയാണ്, ലക്ഷ്യം മാത്രമല്ല. ഓരോ വഴിയും ആസ്വദിക്കൂ.